നമസ്കാരം. പഞ്ചപാണ്ഡവരുടെ ജനനകഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. കുരുവംശത്തിലെ രാജാവായിരുന്നു പാണ്ഡു. അദ്ദേഹത്തിൻ്റെ പത്നിമാരായിരുന്നു കുന്തിയും മാദ്രിയും. ഒരിക്കൽ ഒരു ഘോരവനത്തിൽ നായാട്ടിനായി പോയതായിരുന്നു പാണ്ഡു മഹാരാജാവ്. നായാട്ടിനിടയിൽ ആനന്ദത്തോടെ ഇണചേരുകയായിരുന്ന 2 മാനുകളെ അദ്ദേഹം അമ്പെയ്തു. മരണസമയത്ത് അതിലൊരു മാൻ പാണ്ഡുവിനെ ശപിച്ചു. ഇതുപോലെ ഭാര്യമാരോടൊപ്പം ആനന്ദത്തോടെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് മരണം സംഭവിക്കട്ടെ എന്ന്. മാനിൻ്റെ ശാപവാക്കുകൾ പാണ്ഡുവിനെ വല്ലാതെ തളർത്തി. അദ്ദേഹം വിവാഹ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷയെടുത്ത് ബാക്കി ജീവിതം ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യങ്ങൾ കൊട്ടാരത്തിൽ അറിയിക്കാൻ ഭാര്യമാരായ കുന്തിയോടും മാദ്രിയോടും പറഞ്ഞു. എന്നാൽ പാണ്ഡുവിൻ്റെ ആ തീരുമാനം അവരെ വല്ലാതെ സങ്കടത്തിലാക്കി. സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങളും അങ്ങയുടെ കൂടെ തപസ്സിനായി പോരുകയാണെന്ന് അവർ പറഞ്ഞു. തങ്ങളെ കൂടാതെ സന്യസിക്കാൻ പോയാൽ ഈ നിമിഷം തങ്ങൾ ജീവൻ ഒടുക്കുമെന്നും അവർ പറഞ്ഞു. സകല സുഖഭോഗങ്ങളും ത്യജിച്ച് തൻ്റെ കൂടെ പോന്നുകൊള്ളാൻ പാണ്ഡു അവരെ അനുവദിച്ചു. മരവുരി ധരിച്ച് ഫലമൂലാദികൾ കഴിച്ച് തപോനിഷ്ഠയോടെ കഴിയാൻ അവർ തീരുമാനിച്ചു. പാണ്ഡു ഭാര്യമാരുടെ ആഭരണങ്ങളും വിലയേറിയ വസ്ത്രങ്ങളുമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എന്നിട്ട് താൻ വാനപ്രസ്ഥം സ്വീകരിച്ചുവെന്ന് ഹസ്തിനപുരിയിൽ ചെന്നറിയിക്കാൻ പരിചാരകരോട് പറഞ്ഞു. പാണ്ഡുവിൻ്റെ കൂടെയുണ്ടായിരുന്ന പരിചാരകർ സങ്കടത്തോടെ ഹസ്തിനപുരിയിൽ ചെന്ന് വിവരങ്ങൾ അറിയിച്ചു. ശാപം മൂലം തനിക്ക് മക്കളുണ്ടാകില്ലെന്നത് പാണ്ഡുവിനെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. പുത്രലബ്ധിക്കായി താപസശ്രേഷ്ഠന്മാരെ സമീപിക്കാൻ പാണ്ഡു കുന്തിയെ നിർബന്ധിച്ചു. പാണ്ഡുവിൻ്റെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി കുന്തി തനിക്ക് ദുർവാസാവു മഹർഷിയിൽ നിന്ന് ലഭിച്ച പുത്രസിദ്ധിക്കുള്ള മന്ത്രവരത്തെക്കുറിച്ച് പറഞ്ഞു. കുന്തിയുടെ വാക്കുകൾ പാണ്ഡുവിന് ആശ്വാസമായി. ദേവതുല്യരായ പുത്രന്മാർ തനിക്കുണ്ടാകുമെന്നോർത്ത് പാണ്ഡു സന്തോഷിച്ചു. അങ്ങനെ കുന്തിയുടെ മന്ത്രവരത്താൽ ദേവതുല്യരായ പഞ്ചപാണ്ഡവർ ജനിച്ചു.